ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. 2 ആഴ്ച പിന്നിടുമ്പോഴും ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനല്ല, കൂടുതൽ ശക്തമായി തുടരാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നത് ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. സൈനിക നടപടികളിലൂടെ ഈ നിരോധനം അതിജീവിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഈ നടപടിക്ക് ട്രംപ് സഖ്യകക്ഷികളുടെ മാത്രമല്ല ചൈനയുടെയും സഹായം തേടി. നാറ്റോയിലെ അംഗങ്ങൾ സഹായിക്കുന്നില്ല എന്ന പരാതിയും ട്രംപിനുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ തുടങ്ങിയ 3 രാജ്യങ്ങൾ മാത്രമാണ് ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചു എങ്കിലും ആരും തന്നെ പ്രത്യാക്രമണം നടത്തിയിട്ടില്ല. ഇറാനെ ആക്രമിക്കാനായി സ്വിറ്റ്സർലൻഡിന്റെ വ്യോമപാത ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി ലഭിച്ചില്ല. ഈ യുദ്ധത്തിൽ ഇടപെടാൻ മറ്റു രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. എന്നാൽ ഇതിനെ ഒരു ലോക യുദ്ധമായി വളർത്തിയെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ സഹായാഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി ഒരു രാജ്യവും പ്രതികരിച്ചില്ല. ആദ്യം തന്നെ ജപ്പാനും ഓസ്ട്രേലിയയും തങ്ങളുടെ സൈനികരെ ഹോർമോസ് കടലിടുക്കിലേക്ക് അയക്കില്ല എന്ന് വ്യക്തമാക്കി. എല്ലാ രാജ്യങ്ങളും പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറണം എന്ന് ചൈന ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള തങ്ങളുടെ ബന്ധത്തെ തകർക്കുന്ന അന്താരാഷ്ട്ര പോരാട്ടത്തിനായി തങ്ങളുടെ നാവികസേനയെ അയക്കില്ല എന്നും ചൈന വ്യക്തമാക്കി. നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ പ്രതികരണം ഇത് തങ്ങളുടെ യുദ്ധമല്ലെന്നും സമീപഭാവിയിൽ ഈ യുദ്ധത്തിൽ ചേരാൻ താല്പര്യമില്ല എന്നുമായിരുന്നു. UK വലിയ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ല എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റീവ് കാമർ പ്രതികരിച്ചത്. ഹോർമോസ് കടലിടുക്കിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നതിനോട് അന്താരാഷ്ട്ര സമൂഹം യോജിക്കുന്നില്ല എന്ന് ട്രംപ് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരാശുപത്രി തകർന്നുവെന്നും 400 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് അഫ്ഗാനിസ്ഥാൻ മാധ്യമങ്ങളെ അറിയിച്ചു. ആക്രമണം സ്ഥിരീകരിച്ചുവെങ്കിലും തങ്ങൾ ആശുപത്രിയെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു. അതിർത്തിക്ക് സമീപമുള്ള പാകിസ്ഥാനെ ആക്രമിക്കുന്ന തെഹരീക്ക് താലിബാൻ എന്ന ഭീകര സംഘടനയുടെ സൈനിക താവളങ്ങൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജനവാസ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്നും പാകിസ്ഥാൻ വിശദീകരിച്ചു. ഈ ആക്രമണത്തോടെ കഴിഞ്ഞ മാസം ആരംഭിച്ച സൈനിക ഏറ്റുമുട്ടലുകൾ കൂടുതൽ രൂക്ഷമായി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭ്യർത്ഥന ഇരു രാജ്യങ്ങളും അവഗണിച്ചു. ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് അഫ്ഗാനിസ്ഥാനോട് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. താലിബാൻ ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം.
മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുമെന്നും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയിൽ വെച്ച് ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. വ്യാപാര മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തനായ എതിരാളിയാണ് ചൈന. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇരു നേതാക്കന്മാരും തമ്മിലുള്ള ചർച്ചയിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കൂടിക്കാഴ്ച 1 മാസത്തേക്ക് നീട്ടിവെച്ചതായി അമേരിക്ക അറിയിച്ചു. ഇറാനെതിരെയുള്ള യുദ്ധം നടക്കുന്നതിനാൽ പ്രസിഡന്റിന് അമേരിക്കയിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇറാനെതിരെ പോരാടാൻ ഹോർമൂസ് കടലിടുക്കിലേക്ക് ചൈന നാവികസേനയെ അയക്കില്ല എന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് കൂടിക്കാഴ്ച മാറ്റിയ വിവരം പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം അമേരിക്കയുമായി ഒപ്പുവെച്ച കരാർ അസാധുവായി മലേഷ്യ പ്രഖ്യാപിച്ചു. പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതിന് അമേരിക്കയുടെ ഭരണഘടന പ്രസിഡന്റിന് അധികാരം നൽകിയിട്ടില്ല എന്ന് കോടതി വിധിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അമേരിക്കയിലെ ഏതാനും സംസ്ഥാനങ്ങൾ ചേർന്ന് നൽകിയ പരാതിയിലാണ് വിധി. മറ്റൊരു നിയമം നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഇതേ നികുതികൾ വീണ്ടും കൊണ്ടുവരും എന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുമായുള്ള പകരച്ചുങ്ക കരാർ അസാധുവായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് മലേഷ്യ. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുന്നതായിരുന്നു ഈ കരാർ. അമേരിക്കയുടെ വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ഇളവുകൾ. വേണ്ടത്ര കൂടിയാലോചന കൂടാതെ കൂടുതൽ തിടുക്കത്തിൽ കരാർ ഒപ്പിട്ടു എന്ന് നേരത്തെ പ്രതിപക്ഷ കക്ഷികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് മലേഷ്യ. ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കരാറിൽ നിന്നുള്ള പിന്മാറ്റം. ഉത്തര കൊറിയയിൽ മാർച്ച് 15 നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി വിജയിച്ചു. 99.93% വോട്ടു നേടിയാണ് കിം ജോങ് ഉന്നിൻ്റെ പാർട്ടി വിജയിച്ചത്. 687 പ്രതിനിധികളെയാണ് തിരഞ്ഞെടുത്തത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരിക്കുന്നത്. വോട്ടറെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താതെ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. പരസ്യമായി എതിർക്കുന്നവർക്ക് വധശിക്ഷ ലഭിക്കുന്ന നാടാണ് ഉത്തര കൊറിയ. തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി മനഃപൂർവ്വം എതിർപ്പിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നാണ് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ. കിം ജോങ് ഉൻ തന്നെ വീണ്ടും ഇപ്പോൾ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലേക്കും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും. ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും പുതുമുഖങ്ങളാണ്. വിദേശ നയങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാകുന്നതിനാൽ ഇരു കൊറിയകളും തമ്മിലുള്ള അകലം വർദ്ധിക്കാനാണ് സാധ്യത. ഏകദേശം 20 ദശലക്ഷം വീപ്പ എണ്ണയാണ് ഒരു ദിവസം ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടുന്നത്. ഇത് ഒരു ദിവസം ലോകം ഉപയോഗിക്കുന്ന എണ്ണയുടെ 20%. തങ്ങളോട് യുദ്ധം ചെയ്യുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ കപ്പൽ ഗതാഗതം നിരോധിച്ചത്. ഇതുമൂലം ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. പാചകവാതക ദൗർലഭ്യം മൂലം ഇന്ത്യയിലെ നിരവധി ഹോട്ടലുകൾ അടച്ചു.
ഒരാഴ്ചയിലെ പ്രവൃത്തി ദിവസം 5 നിന്നും 4 ഫിലിപ്പൈൻസ് കുറച്ചു. സമാനമായ നടപടികളെക്കുറിച്ച് ഇന്തോനേഷ്യയും ആലോചിക്കുന്നു. ചൈനയെ ഇതുവരെ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടില്ല. എണ്ണയുടെ വരവ് പൂർണ്ണമായും നിലച്ചാൽ ചൈന ഒഴികെ ഒരു രാജ്യത്തിനും 2 ആഴ്ചയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യുദ്ധം മുൻകൂട്ടി കണ്ട് എണ്ണയുടെ കരുതൽ ശേഖരം ചൈന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15 ദശലക്ഷത്തോളം വീപ്പ എണ്ണയാണ് ഒരു ദിവസം ചൈന ഉപയോഗിക്കുന്നത്. ആഗോള ദുരന്തമായി വളരുന്ന ഈ പ്രതിസന്ധി അമേരിക്കയെ കാര്യമായി ബാധിക്കില്ല. തങ്ങളുമായി ശത്രുതയില്ലാത്ത രാജ്യങ്ങളെ ആക്രമിക്കുന്ന രീതി ഈ ആഴ്ചയിലും ഇറാൻ തുടർന്നു. ഖത്തറിൻ്റെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. സൗദിക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. പ്രത്യാക്രമണത്തെക്കുറിച്ച് ഖത്തർ പ്രതികരിച്ചില്ല. എന്നാൽ പ്രത്യാക്രമണത്തിനുള്ള തങ്ങളുടെ അവകാശം തൽക്കാലം ഉപയോഗിക്കുന്നില്ല എന്നാണ് സൗദി പ്രതികരിച്ചത്. തങ്ങളുടെ എണ്ണപ്പാടങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചതിനുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നും ഇനി ഇസ്രായേൽ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകി. ആക്രമണവും പ്രത്യാക്രമണവുമായി യുദ്ധം തുടരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്താനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഗൾഫിലെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ പിന്മാറാതിരിക്കുന്നത് ട്രംപിനു മാത്രമല്ല, ലോകത്തിനു തന്നെ ഭീഷണിയാണ്. ഇറാൻ ആറ്റം ബോംബ് നിർമ്മാണത്തിന് വളരെ അടുത്തെത്തി. ആറ്റം ബോംബ് നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണം തുടങ്ങിയത്. ട്രംപ് പറഞ്ഞത് കളവാണെന്ന് നാഷണൽ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് കോൺഗ്രസിന് മൊഴി നൽകി. 2025 ജൂണിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർന്നുവെന്നും അടുത്ത കാലത്തൊന്നും ആറ്റം ബോംബ് നിർമ്മിക്കാൻ ഇറാന് കഴിയില്ല എന്ന് കോൺഗ്രസിന് എഴുതി നൽകിയ മൊഴിയിൽ ഡയറക്ടർ തുൾസി ഗബാർഡ് പറയുന്നു. തെറ്റായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഇവർ രാജിവെക്കുകയും ചെയ്തു. രാജിവെച്ചത് നന്നായി, അവർക്ക് വിവരമില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. വളരെ അപകടകാരിയായ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 2003 ബുഷ് സൈനികരെ ഇറാഖിലേക്ക് അയച്ചു. ആയുധശേഖരമൊന്നും കണ്ടെത്തിയില്ല. ഇറാഖിനെ തകർക്കുകയും സദാം ഹുസൈനെ വധിക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡ് അസംബ്ലിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ എതിർപ്പിനെ അതിജീവിച്ച് നിയമസഭ ഫ്രീഡം റൈറ്റ്സ് ബിൽ പാസാക്കി. നിലവിലുള്ള നിയമത്തെ സമഗ്രമായി പരിഷ്കരിച്ച് മതപരിവർത്തനം പൂർണ്ണമായും തടയുക എന്നതാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം. മതപരിവർത്തനം തെളിയിക്കപ്പെട്ടാൽ 7 മുതൽ 10 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 11 സംസ്ഥാനങ്ങൾ പാസാക്കിയിട്ടുള്ള ഇത്തരം നിയമങ്ങൾ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ പരിഗണനയിലാണ്. തിടുക്കത്തിൽ പുതിയ ഒരു നിയമം കൂടി പാസാക്കരുത് എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഫ്രീഡം ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ നിയമം അറിയപ്പെടുന്നത്. പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനാണ് ഈ നിയമം മിക്ക സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നത്. മതത്തിൻ്റെ മറവിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ശിക്ഷിക്കപ്പെടണം. എന്നാൽ പുതിയ ഒരു മതം സ്വീകരിക്കുന്നത് പോലും കുറ്റമാക്കുന്ന രീതിയിലാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.